നമസ്കാരം. ടൈമിഡിലേക്ക് സ്വാഗതം. ഒരു അസുഖമൊക്കെ വന്ന് ആശുപത്രിയിൽ കിടന്നാൽ രോഗത്തെക്കാൾ വലിയ തലവേദനയാകുന്നത് ഡിസ്ചാർജ് സമയത്ത് കയ്യിലേക്ക് തരുന്ന ബില്ലാണ്. പലപ്പോഴും അത് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും അതിൻ്റെ ഇരട്ടിയോ വലിയ തുകയായിരിക്കും ആ ബില്ലിലുണ്ടാവുക. ഇതിൽ എത്രത്തോളം അനാവശ്യ ടെസ്റ്റുകളും ചാർജുകളും ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ നമുക്കുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്? ആശുപത്രി ബില്ല് വരുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയം. ചില ഗവേഷണങ്ങൾ പറയുന്നത് ആശുപത്രികളിൽ നടക്കുന്ന 20 മുതൽ 30% വരെയുള്ള പല പരിശോധനകളും അനാവശ്യമാണ് എന്നാണ്. പനിയുമായി ചെല്ലുമ്പോൾ തന്നെ വൈറ്റമിൻ ഡി, B12 പോലുള്ള ചെലവേറിയ ടെസ്റ്റുകൾ എഴുതുന്നത് ഇതിനൊരു ഉദാഹരണമാണ്. കുട്ടികൾക്ക് തലയ്ക്ക് ചെറിയ പരുക്ക് പറ്റുമ്പോഴേക്കും ഉടൻ തന്നെ CT സ്കാൻ ചെയ്യുന്നത് ആ കുഞ്ഞുങ്ങൾക്ക് റേഡിയേഷൻ ഏൽക്കാൻ കാരണമാവും. ഇത്തരം അനാവശ്യ ടെസ്റ്റ് ഒഴിവാക്കാൻ നമുക്ക് ചില കാര്യങ്ങൾ അവരോട് ചോദിക്കാം. ബില്ല് കുറയ്ക്കാനും സുതാര്യത ഉറപ്പാക്കാനും നിങ്ങൾ താഴെ പറയുന്ന 5 ചോദ്യങ്ങൾ മറക്കാതെ അധികൃതരോട് ചോദിക്കണം. 1. ഐറ്റം വൈസ് ബില്ല് തരുമോ എന്ന് ചോദിക്കണം. അതായത് ലളിതമായ ഒരു സംഖ്യ എഴുതിയ ബില്ലിനു പകരം ഓരോ സേവനത്തിനും എത്ര ചാർജ് ഈടാക്കി എന്ന് വ്യക്തമാക്കുന്ന ബില്ല് നിങ്ങൾ ആവശ്യപ്പെടുക. മരുന്നുകളുടെ MRP വിലയേക്കാൾ കൂടുതൽ നിങ്ങളിൽ നിന്ന് ഈടാക്കിയിട്ടുണ്ടോ എന്ന് ഈ ബില്ലിലൂടെ പരിശോധിക്കാൻ കഴിയും. ഈ പരിശോധന എൻ്റെ ചികിത്സയ്ക്ക് അത്യന്താപേക്ഷിതമാണോ എന്ന് രണ്ടാമത്തെ ചോദ്യമായി നമുക്ക് ചോദിക്കാം. ഓരോ ടെസ്റ്റും എന്തിനാണെന്ന് ഡോക്ടറോട് തുറന്നു ചോദിക്കണം. ഈ ഒരു ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഈ ഒരു ചികിത്സയ്ക്ക് ഞാൻ വഴങ്ങിയില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, ഇല്ലെങ്കിൽ ഇതിനു പകരം കുറഞ്ഞ ചെലവിലുള്ള മറ്റു വഴികൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നത് അനാവശ്യ ടെസ്റ്റുകൾ ഒഴിവാക്കാൻ സഹായിച്ചേക്കാം. 3. ഇൻഷുറൻസ് പരിധിയിൽ എൻ്റെ റൂം റെന്റ്, മുറി വാടക എത്രയാണ്? ഇൻഷുറൻസ് ഉള്ളവർ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പോളിസിയിലെ റൂം റെന്റ് ലിമിറ്റിനേക്കാൾ ഉയർന്ന വാടകയുള്ള മുറി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ബാക്കി തുക മാത്രമല്ല, ഡോക്ടർ ഫീസിലും സർജറി ചാർജിലും വലിയൊരു ശതമാനം നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ നൽകേണ്ടി വരും. ഇതിനെ പ്രൊപ്പോർഷണൽ ഡിഡക്ഷൻ എന്ന് പറയും. 4. ബില്ലിൽ ഡബിൾ ചാർജുകളുണ്ടോ എന്ന് ചോദിക്കണം. മരുന്നുകൾക്കോ ടെസ്റ്റുകൾക്കോ 2 തവണ ചാർജ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അതുപോലെ ഗ്ലൗസ്, ഗൗണ് തുടങ്ങിയ ആശുപത്രിയുടെ പൊതു ചെലവിൽ വരേണ്ട സാധനങ്ങൾക്ക് വില അമിതമായി ഈടാക്കിയിട്ടുണ്ടോ എന്നും നിങ്ങൾ വിശദമായി നോക്കിയിരിക്കണം. ഡിസ്കൗണ്ടുകളോ സാമ്പത്തിക സഹായങ്ങളോ ലഭ്യമാണോ എന്ന് ചോദിക്കുന്നത് തെറ്റില്ല. പല ആശുപത്രികളിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കായി പ്രത്യേക ഇളവുകൾ നൽകാറുണ്ട്. പണമുടൻ അടയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇളവുകൾ ലഭിച്ചേക്കാം. പേഷ്യൻ്റ് റിലേഷൻ ഓഫീസറെ PROയെ കണ്ട് ഇക്കാര്യം നേരിട്ട് സംസാരിക്കണം. കേരളത്തിൽ നിലവിലുള്ള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമപ്രകാരം ഓരോ ആശുപത്രിയും അവരുടെ ചികിത്സാ നിരക്കുകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും റിസപ്ഷനിൽ പ്രദർശിപ്പിച്ചിരിക്കണമെന്നാണ് പറയുന്നത്. ചികിത്സ തുടങ്ങുന്നതിന് മുൻപ് എത്ര ചെലവാകുമെന്ന് എഴുതി നൽകാൻ നമുക്ക് അവകാശമുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ പണമില്ല എന്ന കാരണത്താൽ ചികിത്സ നിഷേധിക്കാൻ ആശുപത്രിക്ക് കഴിയില്ല. ഇനി ആശുപത്രി നിങ്ങളെ ചൂഷണം ചെയ്യുന്നുവെന്ന് തോന്നിയാൽ എന്ത് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ആശുപത്രിയിലെ പരാതി വിഭാഗത്തെ സമീപിക്കണം. അവർ പരിഹാരം കണ്ടില്ലെങ്കിൽ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർക്ക് DMOയ്ക്ക് ഒരു പരാതി നൽകാം. മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിന്റെ 1076 എന്ന ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. ഉപഭോക്തൃ കോടതിയെ സമീപിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഓർക്കുക, ആരോഗ്യം നമ്മളുടെ അവകാശമാണ്. അത് കച്ചവടമാക്കാൻ അനുവദിക്കരുത്. ബോധവാനായ ഒരു രോഗിക്ക് മാത്രമേ ഇത്തരം ചൂഷണങ്ങളെ ബോധപൂർവം ചെറുക്കാൻ കഴിയൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.